ബി ദിലീപ്കുമാർ, എനിക്ക് തോന്നിയ ഒരു കാര്യം, അതായത് ഈ ഡീൽ വാദം ചിലപ്പം ചില മണ്ഡലങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തിയാണല്ലോ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് തലയൂരാൻ നടത്തിയ ഒരു രാഷ്ട്രീയ ശ്രമമാണോ ഈ പുതിയ ധാർമ്മിക ഉത്തരവാദിത്വം, മോറൽ റെസ്പോൺസിബിലിറ്റി? അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ സ്വാഭാവികമായും ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. അത് ഈ ധാർമ്മിക ഉത്തരവാദിത്വം കൊണ്ട് മാത്രമല്ല, ഈ കേസിൽ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഇടയ്ക്കിടെ 1-2 തവണ പോയതായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന ആരോപണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഈ മത്സര രംഗത്ത് എതിരാളികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യാപകമായി തന്നെ അവിടെ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിനിടയിൽ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് തീർച്ചയായും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നമ്മൾ എല്ലായ്പ്പോഴും പറയാറുണ്ട്, അതിപ്പോൾ അദ്ദേഹത്തിന് പങ്കില്ലെങ്കിൽ പോലും ആ വകുപ്പുമായി ബന്ധപ്പെട്ടതോ വിദൂരമായെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ടെങ്കിൽ പോലും ആ മന്ത്രിക്ക് രാഷ്ട്രീയ ധാർമ്മികത എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, ആ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങൾ കൂടി അവർക്കതിന് ബാധ്യതയുണ്ട്. പണ്ട് ഈ അരിയാലൂർ ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ച സംഭവമൊക്കെ ഉണ്ട് നമ്മുടെ ചരിത്രത്തിൽ. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഏതായാലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ട് ആ നിലയിൽ ഉത്തരവാദിത്വം, ആ ധാർമ്മിക ഉത്തരവാദിത്വം എന്നത്, അതിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഒഴിയുന്നില്ല എന്നേ ഉള്ളൂ. അല്ലാതെ അതിൽ നേരിട്ടൊരു പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.